ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 2 പ്രതികൾ കീഴടങ്ങി. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത, രാധാകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ജാമ്യാപേക്ഷ തള്ളിയതോടെയാണോ പ്രതികളുടെ കീഴടങ്ങൽ? ജാമ്യാപേക്ഷ തള്ളിയിട്ട് ഇപ്പോൾ ഏതാനും ആഴ്ചകളായി. അതിനിടെ ഇവർ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം ഇവർക്കായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. അവരിപ്പോൾ അവിടെ ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കലിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. മറ്റു തുടർ നടപടികളിലേക്ക് നീങ്ങും. എന്തായാലും ഏതാനും മാസങ്ങളായി ഇത്തരത്തിലൊരു കേസ്, സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നിട്ട് അതിനുശേഷം ആദ്യം മ്യൂസിയം പോലീസാണ് അന്വേഷിച്ചിരുന്നത്. തുടർന്ന് അവർക്ക് കേസുകളുടെയൊക്കെ എണ്ണം ധാരാളം ഉള്ളത് കൊണ്ട് അതിൻ്റെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 പേരെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 3 ജീവനക്കാർ. ഈ 3 ജീവനക്കാർ 2 പേരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. വിനീത, രാധാകുമാരി എന്നീ 2 പേരാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഇനി ഒരാൾ കൂടി, ദിവ്യ കൂടി കീഴടങ്ങാനുണ്ട്. ഇവർ പറഞ്ഞിരുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ദിയയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പിന്നീട് പലതവണകളായി തിരികെ നൽകിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ഒരു 3 മാസത്തിനിടെ ഏകദേശം 65 ലക്ഷത്തോളം രൂപ എത്തിയതായി ഉള്ള കണക്കുകളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇതിൻ്റെ അന്വേഷണവുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനെതിരെയാണ് നാടകീയമായി തന്നെ ഇവർ കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കേസ് വന്നതിന് പിന്നാലെയൊക്കെ മാധ്യമങ്ങളോടൊക്കെ വളരെ ആർജവത്തോടു കൂടി നിന്ന് സംസാരിച്ച ആളുകളാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ എത്തിയപ്പോൾ തലയിൽ ഹെൽമറ്റൊക്കെ വെച്ച് മുഖം മറച്ചൊക്കെയാണ് അവർ ഹാജരായിരിക്കുന്നതെന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ദിയയുടെ സ്ഥാപനത്തിലെ 2 ജീവനക്കാർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.